എൻ്റെ ഒരു നോർമൽ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാവിലെ കോളേജിൽ പോകാനായിട്ട് എഴുന്നേറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിലൂടെയാണ്. വടകര റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഞാൻ ദിവസവും ട്രെയിന് കയറാറുള്ളത്. ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് മാതൃകയിലൊക്കെ ആക്കിയിട്ടിട്ട് 7:40 പരശുവിനാണ് ഞാൻ നോർമലി പോകാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കോളേജൊക്കെ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. സാധാരണ ഞാൻ 7:50 പരശുരാം ട്രെയിനിലാണ് കയറാറുള്ളത്. പക്ഷേ 7:20 വരാനുള്ള നേത്രാവതി എക്സ്പ്രസ്സാണ് ഇപ്പോൾ 7:40 വന്നിരിക്കുന്നത്. ഈ ട്രെയിനിൽ ഞാൻ കയറുന്നില്ല. കാരണം ഈ ട്രെയിനിൽ വന്നാൽ ഞാൻ 8:15 കോഴിക്കോടെത്തും. അത്ര നേരത്തെ എത്തിയിട്ട് ഞാൻ കോഴിക്കോട് നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഈ ട്രെയിനിൽ കയറാതെ ഞാൻ നോർമലി കയറാനുള്ള ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞാണ് ആ ട്രെയിൻ വരാറുള്ളത്. പരശു കയറുന്ന തന്നെ ഒരു ചടങ്ങാണ്. കാരണം ഈ ട്രെയിനിൽ കയറിയ ആൾക്കാർക്ക് അറിയാം. കാരണം രാവിലെ ജിമ്മിലും മറ്റൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി നിന്നാൽ മതി. കാരണം അത്രയും തിക്കും തിരക്കുമായിരിക്കും ഈ ട്രെയിനിൽ ഫസ്റ്റ് തന്നെ കയറി പറ്റിയ ഭാഗ്യം. കാരണം ഡോറിൽ നിൽക്കാതെ എവിടെയെങ്കിലും ഉള്ളിൽ സേഫായിട്ട് നിൽക്കാൻ പറ്റുന്നത് തന്നെ ഭാഗ്യമാണ്. കാരണം അത്രയും തിരക്കായിരിക്കും സാധാരണ ട്രെയിനിലുണ്ടാവാറ്. ഇപ്പോൾ ആണെങ്കിൽ നല്ല വേനൽ മഴയുള്ള സമയമാണ്. അതുകൊണ്ട് കോഴിക്കോട് നല്ല തിരക്ക് കൂടാണ്ട് നല്ല മഴയും ഉണ്ട്. സാധാരണ ബസ്സിനാണ് ഞാൻ കോളേജിലേക്ക് പോകാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ SM സ്ട്രീറ്റിലൂടെ നടന്നു പോവുകയാണ്. നല്ല മഴയും ഉള്ളതുകൊണ്ട് തന്നെ SM സ്ട്രീറ്റിലൂടെ നടക്കാൻ നല്ല രസമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒടുക്കത്തെ മഴയായിപ്പോയി. കാരണം എൻ്റെ ഷൂ അടക്കം വല്ലാണ്ട് നനങ്ങി പോയി. ഉള്ളിലെ സോക്സ് വരെ നനങ്ങിയിട്ടൊരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത്രയും അവസ്ഥയായിപ്പോയിരുന്നു. ഈ മഴയത്ത് ബസ് കയറിയാൽ മതി എന്ന് പിന്നെ ആലോചിച്ചു. പക്ഷേ SM സ്ട്രീറ്റും കഴിഞ്ഞ് പിന്നെ മാനാഞ്ചിറയും കഴിഞ്ഞ് ഏകദേശം വീണ്ടും 1 കിലോമീറ്ററോളം നടക്കാനുണ്ട് എൻ്റെ കോളേജിലേക്ക്. ഈ ഒരു ഹൈവേയും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റഹ്മത്താണ്, കോഴിക്കോടുള്ള 2ാമത്തെ റഹ്മത്താണ്. ഇതിൻ്റെ അടുത്താണ് ഞങ്ങളുടെ കോളേജ് വരുന്നത്. എൻ്റെ കോളേജിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എൻ്റെ സ്പെഷ്യൽ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഈ ക്ലാസ് റൂം ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാരണം ഒരു എയ്റോപ്ലെയിൻ മോഡലാണ്. ഈ എയ്റോപ്ലെയിൻ്റെ ഒരു മോഡലിലാണ് ഈ ക്ലാസ് റൂം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലിരിക്കാൻ അത്യാവശ്യം നല്ല കംഫർട്ടുമാണ്. കാരണം ഒരു നല്ല രസമാണ് ഈ ക്ലാസ്സിലിരിക്കുക. അതുകൊണ്ട് എനിക്ക് ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്ലാസ്സിലിരിക്കാനായിട്ട് തന്നെ ഇവിടെ വരുന്നത് എനിക്കിഷ്ടമാണ്, ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും. മഴയത്തൊരു നനഞ്ഞ കോഴിയെ പോലെയാണ് ഞാൻ ക്ലാസ്സിൽ കയറി ചെന്നത്. എൻ്റെ തല ഭാഗ്യത്തിന് കുട ഇട്ടുകൊണ്ട് നനങ്ങില്ല. പക്ഷേ ഷർട്ടും ബാഗും ഒക്കെ നനഞ്ഞു. പിന്നീടാണ് മനസ്സിലായത് എൻ്റെ ബാഗിൽ വെച്ച പൈസ വരെ നനങ്ങിയിട്ടുണ്ടായിരുന്നു. പൈസ ഞാൻ ബുക്കിൽ നല്ല സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്. ക്ലാസ് കഴിയുമ്പോഴേക്കും ഉണങ്ങുന്നുള്ള രീതിയിൽ തന്നെ അതിൽ വെച്ചത്. കാരണം ബാഗിൽ വെച്ചാൽ ഫുൾ നനങ്ങി പോകും. ക്ലാസ്സിൽ ഫോൺ എടുക്കുന്നത് ഫൈനാണ്. അതുകൊണ്ട് മിസ്സ് കാണാണ്ട് എടുത്തതാണ് ഇതൊക്കെ. കോളേജിൽ അധികം ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോനാണ് പോയത്. കാരണം രാവിലെ മഴയായതുകൊണ്ടും ബാഗൊക്കെ നനഞ്ഞുകൊണ്ട് വീണ്ടും നടക്കാൻ വയ്യാത്തതുകൊണ്ടും ബസ്സിനും കയറാൻ കഴിയാത്തതുകൊണ്ട് ഓട്ടോ തന്നെ വിളിച്ച് 12:40 എറണാകുളം എക്സ്പ്രസ്സിനാണ് ഞാൻ റിട്ടേൺ ആയിട്ട് പോകാറുള്ളത്. സാധാരണ അത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കോഴിക്കോട് വരാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇത് 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണുള്ളത്. ഒന്നാമത് ഇവിടെ എന്തോ മെയിൻ്റെനൻസിൻ്റെ പണിയും നടക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ട്രെയിന് കറക്റ്റ് ടൈമിൽ തന്നെ വരേണ്ടതാണ്. നോർമലി ഇവിടെ ഇങ്ങനെ ഓരോ പണിയൊക്കെ നടക്കുന്ന കാണാറുണ്ട്. ഇതാണ് ഒരു ദിവസത്തെ എൻ്റെ മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത്. കാരണം ഒരു ദിവസം എഴുന്നേൽക്കുക, കോളേജിൽ പോവുക, തിരിച്ച് ഉച്ചയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തുക, പിന്നെ വീട്ടിലൊരു നല്ലൊരു കിടത്തുറക്കാണ്. എന്നിട്ട് വൈകുന്നേരം എഴുന്നേൽക്കും, ചായ കുടിക്കും, പിന്നെ വീണ്ടും. നല്ല രസമാണ് എന്തായാലും ട്രെയിനിൽ വരുന്നത്. കാരണം ട്രെയിനിൽ നിന്ന് നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനൊക്കെ സാധിക്കും. അങ്ങനെ എനിക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ റിയലി എൻജോയ് ചെയ്യുന്നൊരു ലൈഫും കൂടിയാണ് ഈ ഒരു ഡെയിലിയുള്ളൊരു കോളേജിൽ പോകുക എന്ന് പറയുന്നത്. ഷേവ് ചെയ്യാതെ പോയതിന് ഇന്ന് ടീച്ചർ എന്നെ ചാമ്പിയില്ലാന്നേ ഉള്ളൂ. എന്തോ ഭാഗ്യത്തിന് ഇന്നൊരു എക്സ്ക്യൂസ് തന്ന് വിട്ടു. അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അപ്പം തന്നെ എന്നെക്കൂടി ഷേവ് ചെയ്യിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് ടീച്ചറിൻ്റെ നല്ല മൈൻഡ് ആയതുകൊണ്ട് ഇന്ന് രക്ഷപ്പെട്ടു.